ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു, നിങ്ങളും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞായറാഴ്ചത്തെ വീഡിയോ ആണ്. അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഞാൻ തലേ ദിവസം അരിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനല്ലേ, അമ്മയാണ് അരച്ച് വെച്ചത്. അപ്പോൾ അരിയൊക്കെ അരച്ച് വെച്ചതിൻ്റെ ഒരു ബലത്തിൽ ഞാൻ ഇത്തിരി നേരം ഒന്ന് കിടന്നുറങ്ങി. അതൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ അടുക്കളയിൽ വന്നിട്ട് നമ്മളിന്ന് മസാല ദോശ ഉണ്ടാക്കാമെന്നാണ് കരുതിയത്. അപ്പോൾ കുറച്ച് മാവൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ട് മസാല ദോശ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞ് മാറ്റുവാണേ. ബീട്രൂട്ട് മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള കഷ്ണങ്ങളൊക്കെ നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ആ വെയിൽ കണ്ടുകൊണ്ട് തന്നെ നമ്മൾ തുണി നനച്ചിടാമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് മെഷീനകത്തോട്ട് തുണിയിടുവാണ്. തുണിയൊക്കെ നന്നായിട്ട് തോർന്ന് കിട്ടും. അപ്പോഴത്തേക്കും നമ്മുടെ ഇത്തിരി നേരത്തെ വെയിൽ കൊണ്ടുപോയേക്കും നമ്മുടെ തുണികളൊക്കെ നന്നായിട്ട് ഉണങ്ങി കിട്ടും. അതിനുവേണ്ടിയാണ് പെട്ടെന്ന് തന്നെ തുണികളൊക്കെ നമ്മൾ അലക്കാൻ വേണ്ടി ഇടുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ അമ്മയാണെങ്കിൽ എലന്തൂർ മാമിയുടെയൊക്കെ പോകാൻ വേണ്ടി കുറച്ച് തുണികളൊക്കെ തയ്ക്കുന്നതിന് വേണ്ടിയാണേ പോകാൻ വേണ്ടി ഒരുങ്ങി. അപ്പോഴത്തേക്കും ഞാൻ എൻ്റെ യൂണിഫോം സാരിയുടെ ബ്ലൗസ് പീസ് മുറിച്ച് മാറ്റിയിട്ട് അമ്മയുടെ നിന്ന് അടിക്കാൻ കൊടുത്തു വിടുന്നുണ്ട്. അതിനുവേണ്ടി ഞാൻ പെട്ടെന്ന് അത് റെഡിയാക്കിയിട്ട് നമ്മുടെ മസാലയും കൂടെ ഒന്ന് പെട്ടെന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അമ്മയ്ക്ക് പോകാനായിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു അമളി എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ ബീട്രൂട്ട് മസാലയാണെങ്കിലും ബീട്രൂട്ട് ഇത്തിരി കുറഞ്ഞു പോയതുകൊണ്ട് കളർ ഇച്ചിരി കുറവുണ്ടായിരുന്നു. പക്ഷേ കറി സൂപ്പറായിരുന്നു, അല്ല മസാല സൂപ്പറായിരുന്നു എന്ന് എൻ്റെ മോൻ പറഞ്ഞു. അപ്പോൾ മോൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടിയതുകൊണ്ട് ഞാൻ ഇത്തിരി സന്തോഷത്തിലാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ദോശയ്ക്കുള്ള മസാലയൊക്കെ റെഡിയാക്കി, മസാല ദോശയും റെഡിയാക്കി അവിടെ തന്നെ നിന്ന് ഞാൻ ചുട്ടെടുക്കുവാണ്. കാരണം നല്ല ചൂടോടാണെങ്കിലേ പിള്ളേർ നല്ല ഭക്ഷണം കഴിക്കത്തുള്ളൂ. അപ്പം നിന്ന് പെട്ടെന്ന് പണി തീർത്ത സമയത്ത് നമ്മൾ ഒരു പ്രതീക്ഷയോടെ തുണിയിട്ടത് ആ പ്രതീക്ഷയെല്ലാം കളഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ മഴ പെയ്തു. ആ മഴ പെയ്തുകൊണ്ട് തന്നെ ഞാൻ ഇച്ചിരി തേയിലവെള്ളമൊക്കെ ഇടാമെന്ന് കരുതി തേയിലവെള്ളമൊക്കെ ഇട്ട് അമ്മയ്ക്കും കൊടുത്തിട്ട് അപ്പോഴത്തേക്കും അമ്മയാണെങ്കിൽ തുണി തയ്ക്കുന്നതിന് വേണ്ടി പെട്ടെന്ന് എലന്തൂർക്ക് പോയി. രാവിലെ അരിയൊക്കെ അമ്മ അടുപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചോറ് ഏകദേശമൊക്കെ ആയി വരുന്നുണ്ട്. അപ്പോഴത്തേക്കും കാലാവസ്ഥയാണെങ്കിൽ തിരിഞ്ഞും മറിഞ്ഞും വന്നുകൊണ്ടേ ഇരിക്കുവാണ്. അപ്പം ഞാൻ ചോറൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ അലക്കിയ തുണികളൊക്കെ ഞാൻ ഷെഡിൽ തന്നെ ഇടുവാണ്. കാരണം കാലാവസ്ഥ എന്നെ ചെറുതായിട്ടൊന്ന് കളിപ്പിച്ചുകൊണ്ടിരിക്കുക. 5 മിനിറ്റ് വെയിലാണെങ്കിൽ 5 മിനിറ്റ് മഴ, അങ്ങനെ ആയതുകൊണ്ട് തന്നെ കണ്ടോ പെട്ടെന്ന് തന്നെ മഴ വീണ്ടും ആരംഭിച്ചു. അപ്പം നമ്മുടെ തുണിയൊക്കെ അവിടെ തോർത്തിയിട്ടിട്ട് പെട്ടെന്ന് തന്നെ അരിയൊക്കെ ഊറ്റിയിട്ട് കയറി പോകാമെന്ന് കരുതി. അപ്പോഴത്തേക്ക് എൻ്റെ കൂടെ കണ്ണനും ഉണ്ട് കേട്ടോ. കണ്ണൻ്റെ കൈയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പം ഞങ്ങൾ 2 പേരും ആ ഷെഡിനകത്ത് പെട്ടുപോയി. നല്ല മഴയായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് നേരം അങ്ങ് നിന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അടുക്കളയിലെത്തി. പെട്ടെന്ന് കറിയും കൂട്ടാനും ഒക്കെ വെക്കുന്ന ഒരു തത്രപ്പാടിലാണേ. രാവിലെ കോവയ്ക്കൊക്കെ ഞാൻ ദോശ ഇട്ടുകൊണ്ട് വന്നപ്പോൾ തന്നെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ കോവയ്ക്ക മെഴുക്കുവരട്ടി വെക്കാൻ വേണ്ടി അടുപ്പിൽ വെച്ചു. പെട്ടെന്ന് തന്നെ ഇത്തിരി മത്തങ്ങ എരിശ്ശേരി വെക്കാമെന്ന് കരുതിയിട്ട് ഞാൻ മത്തങ്ങയൊക്കെ അരിഞ്ഞ് കുറച്ച് വൻപയറോട് ഇട്ടാണ് നമ്മൾ വേവിക്കാൻ വെക്കുന്നത്. തേങ്ങ അരച്ചാണ് നമ്മളിവിടെ മത്തങ്ങ എരിശ്ശേരി വെക്കാറുള്ളത്. അപ്പോൾ നമ്മുടെ കോവയ്ക്കയൊക്കെ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ കഷ്ണങ്ങൾ റെഡിയായി. കഷ്ണമൊക്കെ ഒന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുത്ത് ഇച്ചിരി ജീരകമൊക്കെ ഇട്ട് കൊച്ചുള്ളിയൊക്കെ അരച്ച് നമ്മുടെ അതിൻ്റെ തേങ്ങായും അരച്ചെടുത്തിട്ടുണ്ട്. അത് മിക്സ് ചെയ്ത് തേങ്ങ ഇട്ടിട്ട് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മുടെ കടുക് വറുത്തിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും എൻ്റെ ദേഹമൊക്കെ ഏകദേശം ഒന്ന് നല്ലതായിട്ട് നനഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഫുഡ് കഴിക്കാമെന്ന് കരുതിയിട്ട് പെട്ടെന്ന് തന്നെ പോയി കുളിച്ചു. അപ്പോഴത്തേക്കും വീണ്ടും പഴയ പോലെ തുണി ആയിട്ടുണ്ട് അലക്കാൻ വേണ്ടി. അപ്പോൾ അതൊക്കെ നാളെ ഇനി അലക്കാമെന്ന് കരുതിയിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ വന്നിരുന്നിട്ടുണ്ട്. സമയം ഏകദേശം 2 മണി 2:30 ആയിട്ടുണ്ട്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഇന്നത്തെ പണികളൊക്കെ തീർക്കാമെന്ന് കരുതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.